വെക്കേഷനായ കാരണം നമ്മൾ മുടി വെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കുട്ടാപ്പൂവിന്. അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കാൻ പോകല്ലേ, അപ്പോൾ മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി നമ്മൾ നേരെ ചെന്ത് സ്റ്റൈലൊക്കെ കട്ടിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു, കൂടുതൽ സ്കൂൾ കുട്ടികളായിരുന്നു. പുറത്താണെങ്കിൽ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുട്ടാപ്പനാണെങ്കിൽ നല്ല ബോറടി ഉണ്ടായിരുന്നു, കുറേ ഞങ്ങളുടെ കൂടെ ഇരിക്കും. പിന്നെ അവിടുത്തെ സോഫയമേ കയറി കളിക്കൽ, അപ്പുറത്ത് കുട്ടികളുടെ അടുത്ത് പോയിരിക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ കുട്ടാപ്പനെ വേഗം കസേരയിൽ കയറ്റി ഇരുത്തി ഹെയർ കട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ സാവിചേട്ടൻ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്, കാരണം കുറച്ച് ഹിന്ദി അറിയാം. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞ് കമ്പനി അടിച്ച് നിൽക്കുകയാണ് സാവിചേട്ടൻ ചെയ്യണത്. അപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മൾ അവരോട് വർത്താനം പറയുന്നത്. ഒന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി അവർ വിശേഷങ്ങളൊക്കെ കേട്ടൊന്ന് തലയാട്ടി കൊടുത്ത് ചിരിച്ചു കൊടുത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇപ്രാവശ്യം മുടി വെട്ടുമ്പോൾ കുട്ടാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സൈഡിലും വരയിടണം അമ്മേന്ന്. അപ്പോൾ നമ്മളത് പ്രത്യേകം പറഞ്ഞു വരയിടണം എന്നുള്ളത്. കുറച്ച് നാൾ മുൻപ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വരയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുട്ടാവ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ സന്തോഷം വീട്ടിൽ വന്നിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. കണ്ണാടന് മുമ്പിൽ നിന്ന് ഫാഷൻ ഷോ ആയിരുന്നു കുട്ടാപ്പു. അങ്ങനത്തെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുട്ടാപ്പിനെ വേഗം അവർ താഴത്തേക്ക് ഇറക്കി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനത് മേത്തൊക്കെ ചൊറിയാനായിട്ട് തുടങ്ങി. അപ്പോൾ അതൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുട്ടാപ്പിനെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു വരയിട്ട് കൊടുത്തതിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.